രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ലൈംഗികാരോപണ പരാതി യുഡിഎഫിന് തിരിച്ചടിയാകും. പാർട്ടിയിൽ നിന്ന് നേരത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അറസ്റ്റ് നടപടികളും മറ്റുമുണ്ടായാൽ അതെല്ലാം മുന്നണിയെ വിഷമസന്ധിയിലാക്കും. നിയമ സംവിധാനത്തിന് മുന്നിൽ പരാതി വന്ന പശ്ചാത്തലത്തിൽ രാഹുലിനെ പുറത്താക്കണം എന്ന ആവശ്യവും കോൺഗ്രസ് നേരിടേണ്ടി വരും. കോൺഗ്രസും യുഡിഎഫും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ മുഴുകി നിൽക്കുമ്പോഴാണ് പാലക്കാട് എംഎൽഎയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതിയുടെ പരാതി വന്നിരിക്കുന്നത്. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്ന പരാതിയിൽ പോലീസ് നടപടികൾ തുടങ്ങുകയും അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്താൽ പിന്നെ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം അതായി മാറും. അപ്പോൾ യുഡിഎഫ് ഉന്നയിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങൾ പിന്തള്ളപ്പെടും. അതാണ് രാഹുലിനെതിരായ പരാതി യുഡിഎഫിനും കോൺഗ്രസിനും ഉണ്ടാക്കാൻ പോകുന്ന വലിയ തിരിച്ചടി. ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ പിടിവള്ളി. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ കുറേ നാളായിട്ട് കേരളത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പരാതിയും കേസുമുണ്ടാക്കുന്ന പുകലുകൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും എംഎൽഎ സ്ഥാനം രാജിവെപ്പിക്കണമെന്ന ആവശ്യം കൂടി ഉയരുന്നുണ്ട്. അതും കോൺഗ്രസിന് തലവേദനയാകും. സ്വർണ്ണപ്പാളി മോഷണത്തിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ CPIM നടപടിയെടുക്കാത്തതെന്താണെന്ന കോൺഗ്രസിന്റെ ചോദ്യത്തെയും ഇത് ദുർബലമാക്കും. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. എന്നാൽ പുറത്താക്കണമെന്ന അഭിപ്രായമുള്ളവരും ഉള്ളതിനാൽ പാർട്ടിയിൽ തന്നെ തർക്കവിഷയമായി മാറാനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.